ആവെ മരിയ. ഈ ഇന്നലെ ഹൃദയ പ്രതിഷ്ഠ എന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ ഇതിലൂടെ എനിക്ക് എന്റെ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ എന്നിലുള്ള മുൻകോപം അത് മാറ്റപ്പെട്ടു എന്നതാണ്. അത് എനിക്ക് ഈ ഇന്നലെ ഹൃദയ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ഭയങ്കരമായിട്ട് മുൻകോപം ഉണ്ടായിരുന്നു. അതായത് വീട്ടിൽ അമ്മയോടായാലും ജീവിത പങ്കാളിയോടായാലും കുഞ്ഞുങ്ങളോടായാലും ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടാലേ ഈ കുടുംബജീവിതത്തിൽ ഇവരൊക്കെ അനുസരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മൾ അനുസരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ധാരണ. പക്ഷെ ഈ വിമർശനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും ഒക്കെ പറയുകയാണ്, ചില സംസാരത്തിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇത് എന്നിൽ നിന്നും ഈ മുൻകോപം എന്നിൽ നിന്നും മാറ്റപ്പെട്ടതായിരുന്നു. എനിക്കിത് തിരിച്ചറിയാൻ സാധിച്ചു. അപ്പം അത് കഴിഞ്ഞുള്ള എൻ്റെ കുടുംബജീവിതം വളരെ സന്തോഷമായിരുന്നു. അത് മറ്റൊന്നുമല്ല, എല്ലാവരെയും മനസ്സിലാക്കാനും അവരെ ഒന്ന് അറിഞ്ഞ് സ്നേഹിക്കാനും എനിക്ക് ഒത്തിരിയേറെ സാധിച്ചിട്ടുണ്ട്. അത് അമ്മ എനിക്കൊരു വലിയ കൃപയാണ്. ഞാൻ ഇപ്പോൾ തിരിച്ചറിയാണ് ഈ ഇന്നലെ ശരീരത്തിൽ എനിക്ക് അമ്മ തന്ന വലിയൊരു കൃപയാണിതെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഇത് എനിക്ക് ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഈ കുടുംബത്തിൽ ഉള്ള ആ ഒരു സന്തോഷം അത് എനിക്ക് ഭയങ്കരമായിട്ടത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കിത് എങ്ങനെ അത് വാക്കുകൊണ്ട് പറഞ്ഞാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഈ ഈ ഇങ്ങനെ എന്തെങ്കിലും സ്വഭാവ വൈകല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഈ വിമലഹൃദയത്തെ നമ്മളെല്ലാം ചെയ്യണം. ദേഷ്യത്തോടെ ആഗ്രഹത്തോടെ ഇത് ചെയ്യണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നമുക്കെല്ലാവർക്കും ഏറ്റവും ആഗ്രഹത്തോടും ദേഷ്യത്തോടും കൂടെ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിമല പ്രതിഷ്ഠ ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.